ഇന്ന് നമ്മളൊരു വെൽക്കം വാട്ടറാണ് റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് സ്കൂൾ ഗ്രൂപ്പിൽ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. വെറൈറ്റി വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുന്നതായിരുന്നു ചാലഞ്ച്. അതിന് അവൾ ഉണ്ടാക്കിയത് ഈ ഡ്രിങ്കായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടിയത് ഈ ഡ്രിങ്കിനായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി വാട്ടർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്ട്രോബെറി വാട്ടർ റെഡിയാക്കുന്നത് ഇതുപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് എസൻസ് വെച്ചിട്ടാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇതിനായിട്ട് 1/2 ലിറ്റർ നന്നായി തണുത്ത പാലെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കസ്കസ് 5 മിനിറ്റ് മുന്നേ കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർത്ത് വെച്ച കസ്കസാണിത്. 1/2 ലിറ്റർ പാലെടുക്കുന്ന സമയത്ത് 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതായത് പകുതി പാലും പകുതി വെള്ളം എന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായി തണുത്ത 1/2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ഇട്ടിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ചെറിയ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി ക്യാരറ്റ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ആപ്പിളാണ് ചേർക്കുന്നത്. ഒരു കഷ്ണം ആപ്പിൾ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇടയ്ക്കിനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഈ ഐസ്ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇതിങ്ങനെ തന്നെ ഇട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഏകദേശം 3-4 സെക്കൻഡ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഐസ്ക്രീം അങ്ങ് മൊത്തത്തിൽ മിക്സായി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രോബെറി വാട്ടർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണിത്. ഒരുപാട് ജ്യൂസ് അടിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും വരുന്നില്ല. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശരി, താങ്ക് യു.